സംഘർഷം തുടങ്ങിയിട്ട് ഇന്നേക്ക് 10ാം നാൾ. പിന്നെ ഇറാൻ കണ്ടത് വിനാശകരമായ ആക്രമണം. തകർന്നത് 3 ആണവ കേന്ദ്രങ്ങൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ബങ്കബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു. ആക്രമണത്തിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ചതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇതിനർത്ഥം അമേരിക്ക ഇറാനെ ആക്രമിച്ചത് GBU-57ARB MOP ബോംബുകൾ ഉപയോഗിച്ചാണ് എന്നാണ്. അപ്പോൾ ഇസ്രായേൽ തലവൻ ബെന്യാമിൻ നെതന്യാഹുവിന്റെ ആഗ്രഹം B-2 വിമാനങ്ങളും ബങ്കബസ്റ്റർ യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് ട്രംപ് എങ്ങനെ നിറവേറ്റിയെന്ന് ഒന്നൊന്ന് പരിശോധിക്കാം. ഇറാന്റെ നെതാൻസ്, ഫോഡോ, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ട് തകർത്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ 3 സ്ഥലങ്ങളിൽ ഫോഡോ സൈറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അത് ഒരു പർവ്വതത്തിനുള്ളിൽ നിർമ്മിച്ചതും ഭൂമിയുടെ ഉള്ളിൽ ആഴത്തിലുള്ളതുമാണ്. ഇറാൻ ആയുധ ഗ്രേഡ് തലത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. ഇസ്രായേലി ആയുധങ്ങൾക്ക് ഈ ഭൂഗർഭ സൈറ്റുകളിൽ എത്താൻ സാധിച്ചില്ല. അവിടെയാണ് അമേരിക്കയുടെ സഹായവും സന്നാഹവും ഇസ്രായേലിന് തുണയായത്. ഫോഡോയിൽ 6 GBU-57ARB മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ MOP ബോംബുകൾ വർഷിച്ചതായും നെതാൻസിലും ഇസ്ഫഹാനിലും US അന്തർവാഹിനികൾ 30 ടൊമോഹാക്ക് മിസൈലുകൾ പ്രയോഗിച്ചതായും ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു. 3 ആണവ കേന്ദ്രങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നാണ് അദ്ദേഹം പറയുന്നത്. B-2 സ്റ്റെൽത്ത് ബോംബറുകൾക്ക് മാത്രമേ GBU-57ARB ബോംബുകൾ വിക്ഷേപിക്കാൻ കഴിയൂ. അവ ബങ്കബസ്റ്റർ വിഭാഗത്തിലുള്ള ആയുധങ്ങളിൽ പെടുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യം ഇറാന്റെ ആണവശേഷി നശിപ്പിക്കുക എന്നതായിരുന്നു. സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ നശിപ്പിക്കുകയും മിലിറ്ററി ഹൈ ഒഫീഷ്യൽസിനെ വധിക്കുകയും ചെയ്തിട്ടും ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ വളരെ കുറവായിരുന്നു. ഫോഡോ പോലുള്ള കേന്ദ്രങ്ങളിൽ ബോംബിടാൻ നെതന്യാഹുവിന് തുടക്കം മുതൽ തന്നെ അമേരിക്കയുടെ സഹായം ആവശ്യമായിരുന്നു. ആ ഒരു സഹായവും സന്നാഹവുമാണ് ഇപ്പോൾ ഇസ്രായേലിന് ലഭിച്ചത്. വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോഡോ ആണവ കേന്ദ്രത്തിൽ എത്താൻ അമേരിക്കയ്ക്കുള്ള 2 തരം ബങ്കബസ്റ്റർ ബോംബുകൾക്ക് മാത്രമേ കഴിയൂ. GBU-43B മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് MOAB, പിന്നെ GBU-57ARB മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ MOP ബോംബുകൾ. ഈ ബോംബുകൾ വിക്ഷേപിക്കുന്നതിനുള്ള പ്രത്യേക വിമാനങ്ങളും അമേരിക്കയ്ക്ക് മാത്രമാണുള്ളത്. GBU-43B MOAB അതിന്റെ റാമ്പിൽ നിന്ന് പരിഷ്കരിച്ച C-130 വിമാനത്തിന് മാത്രമേ വിക്ഷേപിക്കാൻ സാധിക്കൂ. അതുപോലെ GBU-57ARB MOP B-2 സ്റ്റെൽത്ത് ബോംബറിൽ നിന്ന് മാത്രമേ വിക്ഷേപിക്കാൻ സാധിക്കൂ. ഇപ്പോൾ US ഉപയോഗിച്ച GBU-57ARB MOP ഒരു പ്രിസിഷൻ ഗൈഡഡ് ബോംബാണ്. ഇതിന് ഏകദേശം 30,000 പൗണ്ട്, അതായത് 13,600 കിലോഗ്രാം ഭാരവും ഏകദേശം 6 മീറ്റർ നീളവുമുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കൈവശമുള്ള ഏറ്റവും വലിയ പരമ്പരാഗത ബോംബാണിത്. ഇതിന് ഭൂമിക്കടിയിൽ 60 മീറ്റർ വരെ തുളച്ചു കയറാൻ സാധിക്കും. ഭൂമിക്കടിയിൽ ആഴത്തിലുള്ളതും ഭൂഗർഭ ആണവ സൈറ്റുകൾ, കമാൻഡ് സെന്ററുകൾ, ആയുധ സംഭരണ സൗകര്യങ്ങൾ എന്നിവ പോലുള്ള കനത്ത ഉറപ്പുള്ളതുമായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനാണ് GBU-57ARB MOP പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്നത്. GBU-57ARB MOP ബോംബുകൾക്ക് കട്ടിയുള്ള മെറ്റൽ ടിപ്സ് ഉണ്ട്. സ്ഫോടക വസ്തുക്കൾ ഇല്ലാതെ പോലും അവയ്ക്ക് നല്ല ഭാരവുമുണ്ട്. വിക്ഷേപിക്കപ്പെടുന്ന അവയുടെ ഭാരവും വേഗതയും കാരണം ഈ ബോംബുകൾ മണ്ണായാലും കോൺക്രീറ്റ് ആയാലും ഏത് ലക്ഷ്യത്തിലേക്കും തുളച്ചു കയറുന്നു. ആഘാതത്തിൽ അവ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പകരം ലക്ഷ്യത്തിലേക്ക് തുളച്ചു കയറിയതിനു ശേഷമാണ് പൊട്ടിത്തെറിക്കുന്നത്.